ظلما زورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة أصيلا قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق ما أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا صدق الله مولانا العظيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആനിൻ്റെ നൂറും ഖുർആനിൻ്റെ തണലും ഖുർആനിൻ്റെ ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون. ആകാശ ഭൂമികളുടെ അധിപനായ അല്ലാഹുവാണ് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. ലം യത്തഖിദ് ലഹു വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അവൻ സന്താനങ്ങളെ ആക്കിയിട്ടില്ല, അവന് സന്താനങ്ങളില്ല, പങ്കുകാരില്ല. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ്. മാത്രമല്ല സൃഷ്ടിപ്പിന്റെ അവയൊക്കെ ക്രമീകരിക്കുകയും വാക്കുകയും ചെയ്തതും അവൻ തന്നെയാണ് എന്നു പറഞ്ഞതിന്റെ ശേഷം വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ നിഷേധികളാകുന്ന ആളുകൾ അല്ലാഹുവിനെ കൂടാതെ അവർ ഇലാഹുകളെ ആക്കുകയാണ്. എങ്ങനെയുള്ള ഇലാഹുകളാണ്? ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. ഒരു വസ്തുവിനെയും ഇവർ ആരാധിക്കുന്ന ആരാധനാമൂർത്തികൾ പടച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ശൈഅ്, അത് ആകാശമാവണ്ട, ഭൂമി ആവണ്ട, ഒരു ചെറിയ വസ്തുവിനെയെങ്കിലും ഇവരാരും പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലെന്നു മാത്രമല്ല വഹും യുഖ്ലഖൂൻ, അവരെ തന്നെ അല്ലാഹു തആല പടച്ചതാണ് താനും. ഇവർ ആരാധിക്കുന്ന ബിംബങ്ങളാവട്ടെ, പ്രതിഷ്ഠകളാവട്ടെ, ഇനി അതല്ല ആൾ ദൈവങ്ങളാവട്ടെ, മറ്റു എന്തുമാവട്ടെ, ഇവകളെ പടച്ചത് അല്ലാഹുവാണ്. ഈ പറയപ്പെട്ട ആരാധന ഇവകൾ ആരകൾ സമർപ്പിക്കുന്ന ഒരു വസ്തുക്കളും വേറെ ഒരു വസ്തുവിനെയും പടച്ചിട്ടില്ല. വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫഅ, അവരുടെ ശരീരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ വരുത്താനും അവർക്കു കഴിയില്ല. ദൈവങ്ങളായി
ചമഞ്ഞുകൊണ്ടിരിക്കുന്നവരുമായ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊരു തലവേദന വന്നു, ഒരു വയറുവേദന വന്നു. അങ്ങനെ തലവേദനയും വയറുവേദനയും ഒക്കെ വരുന്ന വ്യക്തികളെയാണ് ഇലാഹുകളായി ഇവർ കണ്ടുപോരുന്നത്. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഉപദ്രവമുണ്ടാക്കാനോ അവർക്കു കഴിയില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. അതേപ്രകാരം മരണത്തെയോ ജീവിതത്തെയോ മരണത്തിന്റെ ശേഷമുള്ള പുനരുദ്ധാരണ നാളിനെയോ ഉടമപ്പെടുത്താനും ഇവർക്കു കഴിയില്ല. ഒരു വസ്തുവിനെ മരിപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ജീവൻ നൽകാനും കഴിയില്ല. മരണപ്പെട്ടതിന്റെ ശേഷം ഉയർത്തെഴുന്നേൽപ്പ് അത് നടത്താനും ഇവർക്കൊന്നും കഴിയില്ല. ഇങ്ങനെ ഒരു കഴിവുമില്ലാത്തവയെയാണല്ലോ ഇവരൊക്കെ ഇലാഹുകളായി കണ്ടുപോരുന്നത്. ഇതാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളവരെയാണല്ലോ ഇലാഹുകളായി കണ്ടുപോരുന്നത്. വത്തഖദൂ, ഈ ആളുകൾ വെച്ചുപോരുന്നു മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ. ഇവിടെ ശ്രദ്ധിക്കുക, മിൻ ദൂനിഹി എന്ന ഈ ആയത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അല്ലാത്തവർ തന്ത്രപരമായ ഒരു അർത്ഥം അവരുടെ പരിഭാഷകളിലൊക്കെ കൊടുക്കും. എന്താ കൊടുക്കുക അറിയോ? മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനു പുറമേ എന്ന അർത്ഥം കൊടുക്കും. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ജഗാന്തരമുള്ള വ്യത്യാസമുണ്ട്. അത് സുന്നത്തി ജമാഅത്തിന്റെ ആളുകളെയൊക്കെ മുശ്രിക്കീങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേല ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അല്ലാഹുവിനു പുറമേ അവർ ഇലാഹുകളാക്കും. ആര്? മക്കക്കാരാകുന്ന ആളുകൾ. അങ്ങനെ പറഞ്ഞെങ്കിലേ ഇപ്പോഴുള്ള മുസ്ലിങ്ങളെ, സുന്നികളാകുന്ന ആളുകളെ മുശ്രിക്കാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ തമാശക്ക് പറയല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വീടുകളിലുണ്ടാവുമല്ലോ. ഗൾഫിലൊക്കെ പോയാൽ വെറുതെ കുട്ടി പരിഭാഷ നോക്കുണ്ടി. അല്ലാഹുവിനു പുറമേ. ആ പുറമേ എന്ന അർത്ഥം കൊടുക്കുമ്പോ എന്താ? അവര് അല്ലാഹുവിനെ ആരാധിച്ചിരുന്നു, പോരാത്തത് കൊണ്ട് പുറമെ. കണ്ടോ? അല്ലാഹുവിനെ അവർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഉള്ളതിനോടൊപ്പം ആ വിശ്വാസവും ആ ആരാധനയും ഒക്കെ ഉള്ളതിനോടൊപ്പം അതിന്റെ പുറമെയാണ് പിന്നെ അവർ ആരാധിച്ചത്. ഈ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും മറ്റുള്ള പ്രതിഷ്ഠകളെയും ഒക്കെ ഇലാഹുകളായി അവർ കൊണ്ടുപോകുന്നത് പടച്ച റബ്ബിന് ആരാധന ചെയ്യുന്നതിന്റെ പുറമെയായിരുന്നു. അവനെ ഇലാഹായി കാണുന്നതിന്റെ പുറമെയായിരുന്നു. ഏതുപോലെ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ അവർ അല്ലാഹുവിനാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അവർ മമ്പുറത്ത് പോയിട്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടും അവിടെ പോയിട്ടും ആരാധനകൾ ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ ശരിയായില്ലേ? ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറമേ എന്ന് പറഞ്ഞ അർത്ഥം വെക്കണം. എന്തൊരു ചതിം വഞ്ചനയാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലായില്ലേ? എന്നാലോ മിൻ ദൂനിഹി, അവർ അല്ലാഹുവിനെ കൂടാതെ പടച്ച റബ്ബിനെ അവർ ആരാധിക്കുന്നില്ല. മറ്റു ദൈവങ്ങളെയാണ് ഇലാഹായി കാണുന്നത്. ഇനി അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് മറ്റുള്ളത് അതും ശിർക്ക് തന്നെയാണ്. അങ്ങനെ അല്ലാഹു പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിപരമായ ചോദ്യങ്ങളാണ് അവരുടെ മുൻപിൽ അല്ലാഹു കൊണ്ടുവരുന്നത്. ഒരു ഇലാഹിന് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇതൊന്നും ചിന്തിക്കാതെ സ്വന്തമായ ഒരു കഴിവുമില്ലാത്ത വസ്തുക്കളെയാണല്ലോ ഇവർ ഇലാഹുകളായി കണ്ടുപോരുന്നത്. എന്നാൽ യഥാർത്ഥ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരും പടച്ചതല്ല, അവനെ ഒരാളും പടച്ചതല്ല. അതേ പ്രകാരം തന്നെ
ഏത് ഉപകാരവും ഏത് ഉപദ്രവവും ഉണ്ടാക്കുന്നതും അല്ലാഹുവാണ്. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതേ പ്രകാരം തന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാഹുവാണ്. അതുമാത്രമല്ല, മരണപ്പെട്ടതിന്റെ ശേഷം പിന്നീട് ആഖിറത്തിലേക്ക് വരുമ്പോ കുഴിമാടങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതും ആ അല്ലാഹു തന്നെയാണ് കേട്ടോ. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون. ആ നിഷേധികളാകുന്ന ആളുകൾ പറയുകയാണ്, ഇൻ ഹാദാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തരുന്ന ഓതിക്കൊടുക്കുന്ന ഖുർആനില്ലേ, അത് ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ, കറ്റുകെട്ടിയുണ്ടാക്കിയ പച്ചക്കള്ളമാണ്. അത് കറ്റുകെട്ടിയുണ്ടാക്കിയതാണ്, അത് പച്ചക്കള്ളമാണ്. وأعانه عليه قوم آخرون. ഈ വിഷയത്തിൽ മുഹമ്മദിനെ സഹായിക്കാൻ വേറെ ചില ആളുകൾ ഉണ്ട്. ഇങ്ങനെ ഖുർആനാണെന്ന് പറഞ്ഞു ഓതിക്കൊടുക്കാൻ വേണ്ടി മുഹമ്മദിനെ സഹായിക്കാൻ മറ്റു ചില ആളുകളുമുണ്ട്. ഫഖദ് ജാഊ ളുൽമൻ വസുറാ. ഈ നിഷേധികളാകുന്ന ആളുകൾ അവർ അക്രമകാരികളായി പോയല്ലോ, വല്ലാത്ത അതിക്രമകാരികളായി പോയല്ലോ. വഖാലൂ അസാതീറുൽ അവ്വലീന ഇക്തതബഹാ ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസീലാ. മാത്രമല്ല, അവരുടെ ജൽപ്പനങ്ങളാണ് അസാതീറുൽ അവ്വലീൻ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്ന ഇത് പൂർവീക ഗ്രന്ഥങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുത്തതാണ്, പൂർവവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുത്തതാണ്. ഇക്തതബഹാ, അവയെ എഴുതിപ്പിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ടോ പൂർവവേദങ്ങളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ അങ്ങും ഇങ്ങും ഇന്നൊക്കെ എടുത്തിട്ട് എഴുതിപ്പിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസീലാ, മുഹമ്മദിന്റെ അരികിൽ വന്നിട്ട് അതൊക്കെ ഒപ്പിയെടുത്ത് എഴുതിയെടുത്തിട്ട് രാവിലെയും വൈകുന്നേരവും ഓതിക്കൊടുക്കുന്നു. ആ ഓതിക്കൊടുക്കുന്നതാണ് മുഹമ്മദ് പിന്നെ സമൂഹത്തിന്റെ മുൻപിൽ ഓതുന്നത്. ഇത് മക്കയിലുള്ള നിഷേധികൾ പറഞ്ഞതാണ്, ഖുറൈശികളിലെ നിഷേധികൾ പറഞ്ഞതാണ്. ഈ പറഞ്ഞ കക്ഷിയെക്കുറിച്ച് ഖുറൈശികളിലെ ചെകുത്താൻ എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്തേ? അദ്ദേഹം നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈ കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ചരിത്ര പഠനം അത് വളരെ അനിവാര്യമാണെന്നും ഒരുപാട് പാഠങ്ങളുണ്ടെന്നും അത് കേൾക്കാൻ ആർക്കും താല്പര്യമാണെന്നും നമുക്കറിയാമല്ലോ. ഇത് മനസ്സിലാക്കിയ ഈ നളർ പേർഷ്യൻ രാജാക്കന്മാരുടെ അരികിൽ പോയി അതേ പ്രകാരം തന്നെ ചുറ്റുവട്ടങ്ങളിലുള്ള പല നാടുകളിലും പോയി അവിടങ്ങളിലൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ, പഴയ ഗ്രന്ഥങ്ങൾ തപ്പിയെടുത്ത് എന്നിട്ട് അവയൊക്കെ പഠിച്ച് പൂർവ്വ സമൂഹത്തെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ചിട്ട് പിന്നീട് അവൻ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് റസൂലുള്ള ആളുകളെ വിളിച്ചിട്ട് മജ്ലിസ് ഒരുക്കും. ആ മജ്ലിസിൽ അതാ കഴിഞ്ഞുപോയ സമൂഹങ്ങളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു കൊടുക്കും. ആ മജ്ലിസിൽ നിന്ന് അള്ളാന്റെ റസൂൽ അങ്ങോട്ട് എണീറ്റു കഴിഞ്ഞാൽ, നബി തങ്ങൾ എണീറ്റാൽ ആളുകളോട് പറയും, ഹലുമ്മൂ, ഓ ജനങ്ങളെ, നിങ്ങളെല്ലാവരും എന്റെ അരികിലേക്ക് വരണേ. മുഹമ്മദ് പറഞ്ഞതിനേക്കാളേറെ കൃത്യമായി ഭംഗിയായി ഞാൻ പറഞ്ഞു തരാ. മുഹമ്മദിനൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞു തരാമെന്നു പറഞ്ഞു ഈ രാജ്യം കറങ്ങിയിട്ട് അവൻ ഒപ്പിയെടുത്ത ചരിത്രത്തിന്റെ ശകലങ്ങളില്ലേ,
അത് ആ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അവൻ പറയുന്നു. 7 സ്ഥലങ്ങളിൽ ഈ നളർ ഇബ്നു ഹാരിസിനെ വിമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. ഖുറൈശികളിലെ ചെകുത്താനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആക്ഷേപിച്ച ആളാണ്. എന്നാൽ അല്ലാഹു അതിന് മറുപടി കൊടുക്കുകയാണ്. ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർളി ഇന്നഹു കാന ഗഫൂറർ റഹീമാ. നബി തങ്ങൾ അവരോട് പറയുക, ഖുൽ, ഓ നബിയേ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, ഈ നളർ ഇബ്നു ഹാരിസ അടക്കമുള്ള ആളുകൾ എന്തും പറയട്ടെ, അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളിലെ സർവ്വരഹസ്യങ്ങളും അറിയുന്ന ഒരുത്തനിൽ നിന്ന് അവതരിച്ചു കിട്ടിയതാണ് ഈ ഖുർആൻ എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കൂ. ഇന്നഹു കാന ഗഫൂറർ റഹീമാ. ആ ഖുർആൻ അവതരിച്ച അല്ലാഹുവില്ലേ, അവതരിപ്പിച്ച അല്ലാഹുവില്ലേ, അവൻ കാന ഗഫൂറർ റഹീമാ. വിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടെ ദോഷങ്ങൾ എത്രയുണ്ടെങ്കിലും അവയൊക്കെ പുറത്തു കൊടുക്കുന്നവനും അതേ പ്രകാരം റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ആ അല്ലാഹു വിച്ച് ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്ന അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, ആ അല്ലാഹു അവൻ ഗഫൂറാണ്, അവൻ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, അതേ പ്രകാരം തന്നെ റഹ്മത്ത് ചെയ്യുകയും ചെയ്യുന്നവനാണ്. അല്ലാത്ത ഒരു പരുഷമായ സ്വഭാവമുള്ളവനല്ല. ആ കൃപാലുവായ ദയാലുവായ റഹ്മത്തിന്റെ കേദാരമായ ഉടയവനായ ജഗനിയന്താവായ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹുവിലേക്ക് നിങ്ങളൊന്ന് തിരിയണേ സമൂഹമേ. അതാണ് ഈ രൂപത്തിലൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഇന്നഹു കാന ഗഫൂറർ റഹീമാ, അവൻ വല്ലാതെ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ അവൻ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഇത് റഹ്മത്തിന്റെ സമയമാണ്. ഇനി ഏതാനും ദിവസമാണ് ഈ റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറയാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ റഹ്മത്തുള്ളവരിൽ സാധുക്കളാകുന്ന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അവന്റെ റഹ്മത്ത് ഓരോ നിമിഷവും അനുഭവിക്കുന്നവരാണ് നമ്മൾ. മഹാന്മാർ പറയുന്നുണ്ട്, കനഫ് എന്ന് പറയുന്ന പടച്ച റബ്ബിന്റെ പ്രത്യേകമായ ഒരു പരിരക്ഷയുണ്ട്. എന്താണ് കനഫ് എന്ന് പറഞ്ഞാൽ, അവന്റെ അടിമകൾ തെറ്റു ചെയ്തു പോയാൽ ആ തെനെ അല്ലാഹു വിളംബരപ്പെടുത്തുന്നില്ല. പടച്ച റബ്ബ് അത് മറച്ചു വെക്കുകയാണ്. ഒരു വലിയ റഹ്മത്താണ്. ആ റഹ്മത്ത് ഉള്ളത് കൊണ്ട് അതാണ് കനഫ് എന്ന് പറയുന്നത്. റബ്ബ് മറച്ചു വെക്കുകയാ. ഇത് വിളംബരപ്പെടുത്താൻ റബ്ബിന് കഴിയാത്തത് കൊണ്ടല്ല. മുമ്പ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇസ്രായേൽ സമൂഹത്തിൽ തെറ്റുകൾ ചെയ്താൽ അവർ രാത്രിയിൽ തെറ്റു ചെയ്തവരാണെങ്കിൽ നേരം പുലരുമ്പോഴേക്കും അവരുടെ വീട്ടുമുറ്റത്ത് അവർ ചെയ്ത തെറ്റുകൾ പതിഞ്ഞുപോയി. ഇന്നലത്തെ രാത്രികളിൽ ഇരുളിന്റെ മറവുകളിൽ ഇവർ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ വീടിന്റെ പൂമു പതിഞ്ഞുപോയി. ഇത് ഇസ്രായേലികളിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ ഇസ്രായേലികളിൽ നടക്കുന്ന നടപ്പുണ്ടല്ലോ, അഥവാ ഏതു തെറ്റുകാര് ചെയ്താലും
അതൊന്ന് പരസ്യപ്പെടണം, അത് പുറത്തു വരണം, അതവരുടെ വീടിന്റെ ഉമ്മരപ്പികളിൽ തെളിയണം. ആ ഒരു നിയമം അവിടുത്തെ ഉമ്മത്തികളിലും ഉണ്ടാവണം. അതിനുവേണ്ടി അവിടുന്ന് ദുആ ചെയ്യണേ. ആ പറഞ്ഞ സഹാബികൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്താ? അങ്ങനെ ഒരു നിയമം അല്ലാഹുവിൻ റസൂലിന്റെ ഉമ്മത്തികളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരും തെറ്റയില്ലല്ലോ. അത് കരുതിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അവരങ്ങനെ പറയാനുള്ള കാരണം. ഉടനെ തങ്ങൾ പറഞ്ഞു പോയില്ലേ, വേണ്ടേ വേണ്ട, ഒരു നിയമം എന്റെ ഉമ്മത്തികൾക്ക് വേണ്ട. കാരണമേ എന്റെ ഉമ്മത്തികള് വഷളായി പോകില്ലേ. അവര് വഷളായി പോകില്ലേ? ഒന്ന്. രണ്ടാമത്, ആ തെറ്റിന്റെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള നിയമങ്ങൾ വരുമ്പോ അത് ചെയ്യാതെ മാറി നിൽക്കുമോ അവർ പരസ്യമായി പടച്ചറബ്ബിനെ ധിക്കരിക്കില്ലേ? അതും എന്റെ ഉമ്മത്തിനൊരു പ്രയാസമാകില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിയമം എന്റെ ഉമ്മത്തികൾക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളും മറച്ചുവെക്കുന്ന, അത് ഇഷ്ടമുള്ളവരോടും അല്ലാത്തവരോടുമൊക്കെ റബ്ബ് അത് മറച്ചുവെക്കുകയാണ്. പടച്ച റബ്ബ് അത് മറച്ചുവെക്കുകയാണ്. ആ മറച്ചുവെക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. പടച്ച റബ്ബ് ഒരു ഹദീസ് കാണാമല്ലോ. ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധിക്കുക. റബ്ബ് മറച്ചു വെച്ച് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവരെ സബാനിയാക്കളോട് പിടിക്കവനെ എന്ന് പറഞ്ഞു നരകത്തിലേക്ക് കൊണ്ടുപോയെന്ന ഓർഡറിടുന്ന ആളുകളെ അവിടെയും റബ്ബ് അവരുടെ പാപങ്ങളും മറച്ചു വെച്ചതിനെ കുറിച്ച് പറയുന്നു. ശ്രദ്ധിക്കുക. ഇന്നമൻ വയദഹു അലംറഅത്തിൻ, ഒരാൾ അവന്റെ കൈ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ചെന്നു പതിച്ചു. ലതഹില്ലു ലഹു, ആ പെണ്ണ് അവന് അനുവദനീയമായ പെണ്ണല്ല. ലാ ബിശഹവത്തിൻ, എങ്ങനെയാ അവൻ തൊട്ടത്? അവൻ വികാരത്തോടുകൂടെ സ്പർശിച്ചതാണ്. ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലൻ യദൂ ഇലാ ഉനുഖിഹി, അവന്റെ രണ്ടു കൈകളും പെരടിയിലേക്ക് കൂടിക്കെട്ടിയതായ നിലയിൽ ആഖിറത്തിൽ അവൻ വരുന്നതാണ്. ഫഇൻ ഖബലഹാ ഖുരിത് ശഫതാഹു ഫിന്നാർ, ഇനി ആ പെണ്ണിനെ അവൻ ചുംബിച്ചുയാൽ അവന്റെ രണ്ട് ചുണ്ടുകളും അരിഞ്ഞെടുത്തു നരകത്തിലേക്ക് എറിയുന്നതാ. ഫഇൻ സ്നബിഹാ, വ്യഭിചരിച്ചു പോയാൽ നതഖത് ഫഖിദുഹു, അവന്റെ കാലിന്റെ തുടസാരിക്കുന്നതാണ്. വശഹിദതു അലൈഹി യൗമൽ ഖിയാമ, ആ കാലുകൾ ഖിയാമത്തു നാളിൽ അവനെതിരായിട്ട് സാക്ഷി പറയുന്നതാണ്. അനലിൽ ഹറാമി റകിബ്തു, ഹറാം ചെയ്യാൻ വേണ്ടി ഞാൻ നടന്നു പോയിട്ടുണ്ട് റബ്ബേ. ഫയൻദുറുല്ലാഹു ഇലൈഹി ബിഐനിൽ ഗളബി, അതാ ആ സമയം അല്ലാഹു അവന്റെ കോപത്തിന്റെ നോട്ടം നൽകുന്നു. ഫയഖഉ ലഹ്മു വജ്ഹിഹി, അവന്റെ മുഖത്തുള്ള മാംസങ്ങളൊക്കെ ഉതിർന്നു വീണുപോയി. അവൻ പറയുകയാണ്, വയഖൂലു മാ ഫഅൽതു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊരുതാവിലുള്ള ഒരു വെറുതെ അവൻ പറഞ്ഞു നോക്കുകയാണ്, ഛേദിക്കുകയാണ്. ഫയശ്ഹദു അലൈഹി ലിസാനുഹു, അവന്റെ നാവ് തന്നെ അതാ സാക്ഷിക്ക് വരുന്നു. വയഖൂലു, അവന്റെ നാവ് പറയുകയാണ്, അന ബിമാ ലാ യഹില്ലു ലീ തഖ്തു, എനിക്ക് പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അനുവദനീയമല്ലാത്തതെല്ലാം
ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് വഖൂലു യദാഹു അനലിൽ ഹറാതനവൽതു ഞാൻ അതേ ഹറാമുകളെ പിടിച്ചിട്ടുണ്ട് റബ്ബേ വതഖൂലു അനലിൽ ഹറാമിനലതു കണ്ണുകൾ പറയുന്നു ഹറാമിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ وتقول جلو عن لما لا يحل لمشيتو ഹലാലല്ലാത്ത ഹറാമുകൾ ചെയ്യാൻ വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട് അല്ലാഹ് വയഖൂലു ഫർജു അന ഫഅൽതു നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്തു പോയി അല്ലാഹ് വയഖൂലു الحافظ من الملائكة وأنا سمعت മലക്കുകൾ പറയുകയാണ് റബ്ബേ എല്ലാം ഞാൻ കണ്ടുപോയി ഞാനെല്ലാം കേട്ടുപോയി യഖൂലുൽ മലക്കുൽ ആഖറു വേറെ മലക്ക് പറയുന്നു ഞാനവയെല്ലാം രേഖപ്പെടുത്തി വെച്ചുപോയി സമയമേതാണ് സന്ദർഭമാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എല്ലാം ഞാൻ രേഖയിലാക്കിയതോ വയഖൂലുല്ലാഹു തആല വഅനത്തലതു അല്ലാഹു പറയുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് വനത്തലത്തു ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വസത്തർത്തു ഞാനത് മറച്ചു വെച്ചു കേട്ടോ ദുനിയാവിൽ ഞാൻ അവയൊക്കെ മറച്ചു വെച്ചു ഇത് അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ ധരന്മാരെ നമ്മുടെ സാക്കളാകുന്ന നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബെങ്ങാനും പുറത്തേക്ക് വലിച്ചിട്ടാൽ അവന്റെ കനഫെങ്ങാനും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ അല്ലാഹ് പറയുന്നു വസതർത്തു ഞാൻ അടച്ചു വെച്ചു എന്നിട്ട് റബ്ബദാ മലക്ക് ഓർഡർ കൊടുക്കുകയാണ് ഈ അമലക്കത്തി ഓ എന്റെ മലക്കുകളെ ഖുദൂ പിടിച്ചോളൂ അവനെ പിടിക്കവനെ വമിൻ അദാബി അദീഖൂ എന്റെ അദാബ് അവനെ രുചിപ്പിക്കൂ فقد اشتد غضبي على قل حياؤه مني എന്റെ ഗളബ് മുഴുവനുള്ളത് എന്റെ കോപവും എന്റെ ശിക്ഷയുമൊക്കെയുള്ളത് ആർക്കാണ് മൻ ഖല്ല ഹയാഉ മിന്നി റബ്ബായ അവൻ യജമാനനായ അവന്റെ ഖായ അവന്റെ റാസിഖായ ഞാൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലാതെ പച്ചയായി തെറ്റു ചെയ്തവനല്ലേ അവൻ എന്റെ അദാബൊന്നു അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു മലക്കുകളോട് അതാവനെ നരകത്തിലേലിച്ചുകൊണ്ടാ കൊണ്ടുപോകാൻ പറയുകയാണ്. ആവട്ടെ സഹോദരന്മാരെ, കണ്ടോ നിങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് അവനിൽ നിന്ന് സംഭവിച്ച ദോഷങ്ങളൊക്കെ മറച്ചു വെക്കുക എന്നതു തന്നെയും. ഇങ്ങനെ എങ്ങോട്ട് നോക്കുമ്പോ ആ റബ്ബിന്റെ റഹ്മത്ത് ഓരോ നിമിഷവും അനുഭവിക്കുന്നവരാണല്ലോ നമ്മൾ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിലുടനീളം, ഞങ്ങളെ മരണത്തിന്റെ സമയത്ത്, ഞങ്ങളെ ഖബറിൽ, മഹ്ശറയിൽ, ഈ എല്ലാ രംഗങ്ങളിലും നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വിശാലാക്കി തരണേ അല്ലാഹ്. അതേസമയം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്തിൽ രണ്ടു കാര്യമാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്.
എന്നേ രണ്ടാമത് ഇന്നഹു കാന ഗഫൂറർ റഹീമാ, അവൻ പൊറുക്കുന്നവനാണ്, അതേ പ്രകാരം തന്നെ റഹ്മത്ത് ചെയ്യുന്നവനാണ് എന്നത് ഇതും ചിന്തിക്കേണ്ട സംഗതികളാണ്. രണ്ട്, ഈ ദോഷങ്ങളെങ്ങാനും പൊറുക്കുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു ദോഷം പൊറുന്ന സംഗതികളില്ല, ദോഷം പൊറുക്കുന്ന ഒരു സംഗതിയില്ല. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ആ പറ്റിയ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുക തന്നെ, യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസുമില്ല, അവന് മാപ്പില്ല, അവന് ആഫില്ല. ഇങ്ങനെയായിരുന്നു റബ്ബിന്റെ നിയമം വന്നിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, 4 വിധത്തിലുള്ള തെറ്റുകളാണ് മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്നത്. അതിൽ 2 തെറ്റുകൾ ദമാനി മഗ്ഫൂറാനി, അത് പൊറുക്കപ്പെടുന്ന തെറ്റുകളാണ്. അതേ പ്രകാരം വദംബാനി, 2 തെറ്റുകൾ, അത് 2 വിധത്തിലുള്ള തെറ്റുകൾ, അത് പൊറുക്കപ്പെടുന്നതല്ല. ലാ യുഗ്ഫറാനി, അവ പൊറുക്കപ്പെടുന്നതല്ല. റജുലുൻ അമില ദംബൻ ഖതഅൻ, അറിയാതെ ഒരാൾ തെറ്റ് ചെയ്തു. ഫല്ലാഹു, അതെ അറിയാതെ ഒരാൾ തെറ്റു ചെയ്താൽ വലാ യുഅദ്ദിബുഹു അലൈഹാ, അതിന്റെ പേരിൽ അല്ലാഹു അവനെ ശിക്ഷിക്കുന്നതല്ല. അറിയാതെ പോയതാണ്, ഇത് ഒരു തെറ്റ്. വലൈസ അലൈക്കും ജുനാഹും ഫീമാ ഖുതും ബിഹി, അറിയാതെ പറ്റിപ്പോകുന്നതിൽ കുഴപ്പമില്ല, അത് അല്ലാഹു പുറത്തു തരും. മറ്റൊരു തെറ്റ് വറജുൽ അമില ദംബൻ ഖദ് അലിമ മാ ഫീഹി ഫതാബ ഇലല്ലാഹി മിൻഹു, തെറ്റ് പറ്റിപ്പോയി, അത് ഹറാമാണ് എന്ന് അവൻ അറിയാം, അതിന്റെ ഭവിഷ്യത്തും അവൻ അറിയാം, അത് പാടില്ലാത്തതും കടുപ്പപ്പെട്ടതും അതിന്റെ എല്ലാ അസലുകളും അവന് അറിയാം, എന്തും അവനിൽ തെറ്റുപറ്റിപ്പോയി. ഫതാബ ഇലല്ലാഹി മിൻഹു, ആ തെറ്റുകളിൽ നിന്ന് അവൻ ഖേദിച്ചു മടങ്ങി തൗബ ചെയ്തു അവൻ. വനദിമ അലാ മാ ലാ, അവനിൽ പറ്റുപോയ വിഷയത്തിൽ അവൻ വല്ലാതെ ഖേദിച്ചുപോയി, നെടുങ്കേതമുണ്ടായി. അതാണ് സത്യത്തിൽ അത്തൗബത്തു അന്നദം. അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറയുന്നത് തന്നെ നെടുങ്കേതം എന്നാണ്. അല്ലാതെ പടച്ചോനെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിന്റെ ഉള്ളിൽ ഇനിയും ചാൻസ് കിട്ടിയാ തെറ്റ് ചെയ്യും എന്ന് തന്നെയാണ്. മനസ്സിന്റെ ഉള്ളിൽ പടച്ചോനെ എങ്ങനെയൊക്കെ പോയി റബ്ബേ, ഇതൊക്കെ പടച്ചോനോട് പറയുമ്പം തന്നെ എന്റെ ഉള്ളിൽ ഇനിയും ചാൻസ് ഒക്കെ കിട്ടി അഞ്ഞു തെറ്റൊക്കെ ചോദിച്ചു എന്ന രൂപത്തിലുള്ള ഒരു ഉൾവിളി. ഇതെന്ത് തൗബ? ഇത് തൗബ എന്ന് പറയും. ഇതിനെപ്പറ്റി തൗബ എന്ന് വേണമെങ്കിൽ പറയും, അവൻ പറയാൻ പറ്റൂല. ഇതിനും അതേ സമയത്ത് എല്ലാം എടുത്ത് കുടഞ്ഞിറിഞ്ഞ് പറ്റിപ്പോയി റബ്ബേ, അതാ ഇനി ആ വൈക്കില്ല, ഇനി ആ ഒരു ചിന്തയില്ല. അങ്ങനെയാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുകയാണ്. ഇതാണ് പൊറുക്കപ്പെടുന്ന 2 തെറ്റുകൾ എന്ന് പറഞ്ഞത്. ഒന്ന് അറിയാതെ ചെയ്തു, 2 അറിഞ്ഞില്ല അറിയാം, പക്ഷേ അവൻ തൗബ ചെയ്യുകയും നല്ലവണ്ണം ഖേദമുണ്ടാവുകയും ചെയ്തു. എന്നാൽ പൊറുക്കപ്പെടാത്ത തെറ്റ് ഏതാണ്? മാത്രമല്ല വഖദ് ജസല്ലാഹു അഹ്ല ഹാദ ദംബി അഫ്ളൽ ജസാഅ. فقال في كتابه والذين فعلوا فاحشة
ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ. അൽ ഇംറാനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ. എന്തേ തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് അത് യഥാർത്ഥ തൗബയാണെങ്കിൽ ആ തെറ്റുകളല്ല പുറത്തു കൊടുക്കുമെന്നു മാത്രമല്ല, പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കണ്ടേ, അത് പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, ആ തെറ്റുകളെ ഹസനാത്തുകളായിട്ട് മറിക്കും അല്ലാഹു തആല. എന്താ പടച്ച റബ്ബിന്റെ കൃപകളെന്ന് ആലോചിച്ച് നോക്കി. സുർക്ക, അതിന് ഈ സുർക്കയല്ലേ, സുർക്ക കള്ളായിരുന്നല്ലോ, കള്ളല്ലേ സുർക്കായിട്ട് വരുന്നത്, കുടിക്കാൻ പറ്റൂല. സുർക്ക വല്ല കൂട്ടാനാണ് എന്നല്ല അതിനെ കുറിച്ച് പറഞ്ഞു. ഈ തെറ്റുകളെ അല്ലാഹു തആല നേരം കെട്ട് മറിച്ചിട്ട് ഹസനാക്കണം. പിന്നെ ഇവൻ ഏടിങ്ങനെ നോക്കുമ്പോ പ്രശ്നം, ഞാൻ അതൊക്കെ ചെയ്തീനല്ലോ, അതൊന്നും കാണില്ലല്ലോ, കള്ള മറച്ചു, നാ കൂടുതൽ തെറ്റിച്ച, അതാ ഈ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ മറച്ചിട്ട് ഇതൊക്കെ ഹസനാത്ത് ഇങ്ങനെ കാണും, നാ പിന്നെ മാക്സിമം ചെജിനോട് അങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് ഒന്നായിട്ട് ഇങ്ങനെ മറച്ചാന്ന്. അള്ളാഹുവിനെ കുറിച്ച് പടച്ചോന്റെ കൃപയെ നമ്മളിവിടെ ഒക്കെ മനസ്സിലാക്കണ്ടേ. ഇതൊക്കെ ഈ ഉമ്മത്തിന്റെ ആനുകൂല്യല്ലേ. അഥവാ ആ മനസ്സറിയുന്നവൻ അള്ളാഹു എത്രത്തോളം അവനതിൽ വേദന ഉണ്ട്, അവനതിൽ സങ്കടമുണ്ട്. ആ സങ്കടത്തിന്റെ ഒപ്പത്തിനനുസരിച്ച് അള്ളാഹു ആ വിഷയങ്ങൾ കൈകാര്യം. ഫളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞതുപോലെ, നിന്റെ അരികിൽ ഒരു തെറ്റ് എത്രത്തോളം ചെറുതാണോ, അഥവാ എത്രത്തോളം നിസ്സായിട്ടാണ് ആ തെറ്റിനെ കാണുന്നത് എങ്കിൽ അത് റബ്ബിന്റെ അരികിൽ വളരെ വലിയ വലിയ തെറ്റുമായി റബ്ബ് കാണും. നിന്റെ അരികിൽ ഒരു ചെറിയ തെറ്റെന്ന് നീ അത് വലിയതായി കാണുകയാണ്, അല്ലെങ്കിൽ പറ്റിപ്പോയ വലിയ തെറ്റ് തന്നെയാണ്, ആ തെറ്റിനെ നീ വളരെ വലുതായി കാണുന്നു. എന്നാ റബ്ബ് അത് സാരല്ല, അള്ളാഹു അതിനെ ചെറുതായി കാണും. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയൊക്കെയാണ്, അതാണ് ഇതിന്റെയൊക്കെ അളവുകോലുകൾ. ഇതിന്റെ അളവുകോലുകൾ ഇവയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരിക്കുക. ബക്ർ ഇബ്നു അബ്ദുല്ലാഹ് മുസ്നി തങ്ങൾ പറയുകയാണ്, ഒരു മാംസക്കടവടക്കാരനായ വ്യക്തി, അദ്ദേഹത്തിന്റെ വീടിന്റെ അയൽപക്കത്തൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് അദ്ദേഹത്തിന് വല്ലാത്ത അനുരാഗമായിരുന്നു. ഒരു ദിവസം അവൾ പുറത്തേക്ക് പോയപ്പോൾ ആ ചാൻസ് നോക്കി ഇവനും അവളുടെ പിറകെ പോയി. അങ്ങനെ അവളെ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. വിഷയങ്ങളൊക്കെ പറഞ്ഞു. വർഷങ്ങളായി ഞാൻ എന്നെ മനസ്സിലിട്ട് കൊണ്ടു നടക്കുകയാണ്. ഇപ്പോൾ ഒരവസരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന് ഇവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ലാ തഫ്അൽ, അരുതായ്മകളൊന്നും ചെയ്യരുത് മോനെ, അരുതായ്മകളൊന്നും ചെയ്യരുത്. അനഅശദ്ദു ഹുബ്ബൻ ലക മിൻക, നിനക്ക് എന്നോടുള്ള പ്രേമത്തെക്കാൾ ഏറെ എനിക്ക് എന്നോട് അങ്ങോട്ട് പ്രേമമുണ്ട്. പക്ഷേ വലാകിന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, പടച്ച റബ്ബിനെ ഭയപ്പെടുന്നു. ആ ഒരു ഭയമാണ് എന്റെയും നിന്റെയും ഇടയിൽ ഒരു മറയായി നിൽക്കുന്നത്. എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അനുകമ്പയില്ലാത്തത് കൊണ്ടല്ല, അനുരാഗമില്ലാത്തത് കൊണ്ടല്ല. അതേ സമയത്ത് വലാകിന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് നീയും ആ അല്ലാഹുവിനെ ഭയപ്പെടണേ. ഇങ്ങനെ ഒരു
പ്രതികരണം ആ പെൺകുട്ടിയിൽ നിന്ന് വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ അന്തിച്ചു നിന്നു. നീ റബ്ബ് ഭയപ്പെടുന്നവളാണോ? എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ലോ, അതുകൊണ്ട് ഞാൻ പടച്ച റബ്ബിനെ ഭയപ്പെടട്ടെ. ഇല്ല, ഇനി ഇത്തരത്തിലുള്ള ചിന്തകൾ വെച്ച് ഞാൻ നടക്കില്ല. തൗബയുടെ മനസ്സുമായി തൗബ ചെയ്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മടങ്ങുകയാണ്. തൗബ ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്. അങ്ങനെ അത് അദ്ദേഹം ഇങ്ങനെ മടങ്ങും. എടയും വെള്ളമില്ല, പ്രവാചകനോട് വിഷയങ്ങളെ സംസാരിച്ചു. ആ സമയം അദ്ദേഹം വല്ലാത്ത അതുകൊണ്ട് എനിക്ക് വെള്ളം വേണേ. പ്രവാചകൻ പറഞ്ഞു, നീ എന്റെ കൂടെ വാ. നീ എന്റെ കൂടെ വാ. അങ്ങ് രണ്ടാളും ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി. ആ പ്രവാചകൻ ദുആ ചെയ്തു. ഈ മനുഷ്യ ആമീൻ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ആമീൻ പറഞ്ഞു. അപ്പോൾ ഒരാള് ദുആ ചെയ്യുക, കേട്ടു നിൽക്കുന്ന ആളുകൾ ആമീൻ പറയുക എന്നുള്ളത് പണ്ടുകാലങ്ങളിലെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. കൂട്ടുപ്രാർത്ഥനയെ കൂട്ടുപ്രാർത്ഥന ഇല്ലെന്നു പറയുന്ന ആളുകൾ, അതിൽ പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ട്. ആമീൻ എന്ന പ്രയോഗം ജൂതന്മാർക്ക് വളരെ വലിയ വെറുപ്പായ ഒരു പ്രയോഗമായിരുന്നു. അവിടെ അങ്ങനെ ഈ പ്രവാചകൻ ദുആ ചെയ്തു. ഇദ്ദേഹം ആമീൻ പറഞ്ഞു. ആ സമയത്തദാ വമാലത്തി സഹബു, ആകാശങ്ങളിൽ മേഘപ്പാളിൽ വന്നു. അത് കാർമേഘങ്ങളായി മാറി. അങ്ങനെ ഈ പ്രവാചകന്റെയും ഈ മനുഷ്യന്റെയും മുകളിൽ തണലിട്ട് കൊടുത്തു. ഫറജഅ റസൂലു, അവരവിടെ വെച്ചുകൊണ്ട് മടങ്ങുകയാണ്. അവിടെ വെച്ചു മടങ്ങുന്നതിനിടയിൽ വഴിവക്കിൽ വെച്ചു പ്രവാചകൻ ഒരു വഴിയിലേക്കും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കും തിരിയുകയാണ്. ആ തിരിയുന്ന സമയത്ത് എന്തു സംഭവിച്ചു? ആ മേഘപാളികൾ പ്രവാചകന്റെ കൂടെ പോയത്. ഈ ചെറുപ്പക്കാരൻ കൂടെയാണ് പോയത്. അപ്പോൾ അവൻ പറഞ്ഞത് നീയല്ലേ? ഇപ്പോൾ ഈ മേഘങ്ങൾ നിന്നെയാണല്ലോ പിന്തുടരുന്നത്. അതെ, അത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനതാ ഒരു അമലും എന്റെ അരികിൽ ഇല്ല, അത് നേരു തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സ് ഒരു അമലും ഇല്ലാത്തതിന്റെ പേരും എന്നിൽ പറ്റിപ്പോയ വേണ്ടാത്തരങ്ങളുടെ പേരിലും വലിയ തൗബയുടെ മനസ്സാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഫഖാല റസൂലു, ആ പ്രവാചകൻ പറഞ്ഞു, അത്തായിബു ഇലല്ലാഹി ബിമകാൻ ലൈസ അഹദും മിനനാസി ബിമകാനിഹി. തൗബ
ചെയ്യുന്ന ആള് അല്ലാഹുവിന്റെ അരികിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവനാണ്, വളരെ നല്ല ഉന്നത സ്ഥാനീയനാണ് തൗബ ചെയ്യുന്ന വ്യക്തിയെന്ന് അപ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ കണ്ടോ നിങ്ങൾ, തൗബ ചെയ്യുക എന്നുള്ളത് അത് യഥാർത്ഥ തൗബയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ്ക്ക് അത് വളരെ ഇഷ്ടമുള്ളതാണെന്നും അതങ്ങ് കബൂലായാൽ അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പിന്നെ അവനിൽ തെറ്റുകളില്ല. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്ന പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ്. തൗബയാവണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ ദോഷങ്ങളും മോശങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കരുമാറാകട്ടെ. പക്ഷേ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? നിന്റെ ഈ കൂടുതൽ മലി ചെയ്യുന്ന ആളാണെന്ന് കരുതിയിട്ട് ആ ഒരു മനസ്സുറപ്പോടുകൂടെ നീ നിന്നുപോകരുത്. വലിയ അമലുകൾ ചെയ്യുന്ന ആളാണ്, ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അതിൽ അവലംബിച്ചു നീ നിൽക്കരുത്. ഫഇന്നക ലാ തദീ യുഖ്ബലു മിൻക അം ലാ, അല്ലാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നിന്റെ അരികിൽ തെളിവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ നല്ലതു മാത്രമേ എന്നിൽ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും നീ അതിൽ ചരണം കൊണ്ട് അതിൽ അവലംബിച്ചു മാത്രം നിൽക്കരുതോ. ആരും തന്നെ തൗബ ചെയ്തവനാ, ഞാൻ തൗബ ചെയ്തിട്ടുണ്ടല്ലോ ഇനി എനിക്ക് തെറ്റില്ലല്ലോ എന്ന ആ ഒരു മാനസികാവസ്ഥയും എന്നിലുണ്ടാവരുത്. കാരണം എന്തേ? ഫഇന്നക ലാ തദ്രി ഹൽ കുഫിറത അൻക അം ലാ, നിന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ അതും പറയാൻ നിനക്ക് കഴിയില്ലല്ലോ. അതിന് നിന്റെ അരികിൽ തെളിവുകളില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മനസ്സാണ്, പേടിയുടെയും ബേജാറിന്റെയും മനസ്സാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. قال فضيل بن عياض بقدر ما يصغر الذنب عندك كذا يعظم عند الله. ഒരു പാപത്തെ നീ എത്ര ചെറുതായി കാണുന്നോ എന്നാ അതിനനുസരിച്ച് അല്ലാഹുവിന്റെ അരികിൽ അത് വലുതായിരിക്കും. നിന്റെ അരികിൽ അതൊന്നും സാരമില്ല, അതൊന്നും അത്ര പ്രശ്നമുള്ള സംഗതിയല്ല. എല്ലാവരും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ ഭരണഗതിയാണ് സംഗതി ആറാമേക്കാരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ബാക്കിയെന്താ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ആ ജീവിക്കാം, അല്ലെങ്കിൽ ആർക്കാപ്പതിന് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് അതിന്റെ മായന അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ തെറ്റ് നമ്മളെടുത്തൊരു സംഗതിയല്ല എന്നോ, നമുക്കതൊരു വിഷയമല്ല. ഒരു തെറ്റ് നീ എത്രത്തോളം ചെറുതായി കാണുന്നു അതിനനുസരിച്ച് അള്ളാന്റെ അരികിൽ അത് വലുതായി വരും. ഇതിപ്പോ കൂടുതലൊന്നും വേണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ, നമ്മളെ ജീവിതത്തിൽ പറ്റിപ്പോയ എല്ലാ വിചാരണ ഉണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? എല്ലാത്തിനും മറുപടി പറയണ്ടേ? ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ചെയ്തു. എന്നടാ അജയ് ചെയ്തു? ഒറ്റ ചോദ്യം, അത് പോരെ. എന്തിനാടാ അജയ് ചെയ്തു? പടച്ചോനല്ലേ ചോദിച്ചത്? വേറെല്ലതൊക്കെ അവിടെ കിട്ടെ. അപ്പൊ ഇവിടെയാണ് പടച്ചോന്റെ മഗ്ഫിറത്ത് നമ്മൾ കാണുന്നത്. പടച്ചോൻ പുറത്തിരല്ലാതെ കഴിച്ചില്ല, അള്ളാഹു പുറത്തിരിച്ച്. അപ്പോ നമ്മളതൊന്നും അതൊന്നും സാരില്ല, അതൊന്നും കാര്യാക്കണ്ട എന്ന രൂപത്തിൽ അതിനെ നിസ്സാരം അള്ളാഹു വിടൂല. അതാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഞാൻ കൊണ്ടുവന്ന ഒരു നിയമം, ആ നിയമത്തെ ലഘൂകരിക്കാനും അതിൽ കൃത്രിമം കാണിക്കാനും ആരടാ നീ? അതിന്റെ ആരാത്? അത് പറയാ അതൊന്നും സാരല്ല എന്ന് പറയാ ആരടാ? ഞാൻ വന്ന ഒരു നിയമമല്ലേ അത്? ആ നിയമത്തിന്റെ കഠിന്യം കുറക്കാൻ നീ ആരാണ്? ഇതാണ്. അതേ സമയത്തുതേ അതിന്റെ ഒരു മറുവശം ഒരു ചെറിയ ഒരു തെറ്റ്
ഒരു ചെറിയ തെറ്റിൽ പറ്റിപ്പോയി, ചെറുത്. അത് പറ്റിയപ്പോ അതിന്റെ പേരിൽ തന്നെ നീ വല്ലാതെ അവസ്ഥയിലാണ്, കണ്ണുനീരിലും വലിയ ബേജാറാണ് നിനക്കതിന്റെ പേരിലുള്ളത്. എന്നാ റബ്ബത് അത്ര കാര്യാക്കൂല, സാരല്ല, റബ്ബത് കാര്യാക്കും. എനിക്കതിൽ ബേജാറുണ്ടോ? അപ്പൊ കണ്ടില്ലേ, കാര്യം എന്തായാലും എന്റെ ഒരു നിയമം ലംഘിച്ചതിന്റെ പേരിൽ അവന് വല്ലാത്തൊരു കുറ്റബോധമുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് സാരല്ല. ഇങ്ങനെയാണ് വിഷയങ്ങളുടെ ഉള്ളത് എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു. തൗബ ചെയ്യുന്ന മനുഷ്യനില്ലാതെ ദുനിയാവിൽ ഒരു ഖൈറും തന്നില്ല എന്ന് മൈമൂനു മിഹ്റാൻ തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. തൗബ ചെയ്യണ മനുഷ്യന്മാരുണ്ടോ, അവർക്ക് ഖൈറുണ്ട്, അവർക്ക് ഖൈറുണ്ട്, അല്ലാത്തവർക്ക് ഖൈറില്ല. അതുകൊണ്ട് തന്നെ ഈ റഹ്മത്തിന്റെ 10 വിട പറയാൻ കാത്തു നിൽക്കുകയാണ്. ഇമാം ഖുർആനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ആ ഹദീസ് വായിക്കാം. അതിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. 11 മാസവും നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചില്ലേ, ഒരു മാസം എനിക്കു വേണ്ടി എന്റെ മാസമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടെന്തേ ആ ഒരു മാസത്തെ പരിഗണിക്കാൻ നിനക്കു കഴിയാതെ പോയി? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതുകൊണ്ട് തന്നെ റമളാനിലാണ് നമ്മളുള്ളത്. റമളാനിനെ നല്ലവണ്ണം ആദരിക്കണേ സഹോദരന്മാരെ, റമളാനിനെ നല്ലവണ്ണം ബഹുമാനിക്കണം. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് റമളാനിൽ നമ്മൾ ചൊല്ലിയാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 1000 സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതിന്റെ സ്ഥാനത്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. മജൂസിയായ അഗ്നിയെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു മകൻ റമളാൻ മാസത്തിൽ റോഡിലൂടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് എന്തോ തിന്നുകൊണ്ടിങ്ങനെ നടക്കുന്നത് അതാ കുട്ടിയുടെ പിതാവ് കണ്ടുപോയി. പിതാവ് അഗ്നിയെ ആരാധിക്കുന്നതാണ്. അത് കണ്ട ഉടൻ തന്നെ കുട്ടിയെ പിടിച്ചിട്ടൊരൊറ്റ അടിവെച്ചുകൊടുത്തു. എന്തടാ നിനക്കറിയില്ല ഇത് റമളാൻ മാസമാണ് എന്ന്, മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്ന മാസാണ് എന്ന് നിനക്കറിയില്ലേ? നീ നോമ്പെടുക്കുന്നവനല്ലെങ്കിലും ആ മാസത്തെ നീ ബഹുമാനിക്കണ്ടേ, നിന്റെ ഉള്ളിൽ പോയി തിന്നോ, പരസ്യമായിട്ടല്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒരു അടിവെച്ചു കൊടുത്തു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്റെ സഹോദരന്മാരെ ആ മജൂസിയായ മനുഷ്യൻ മരിക്കുകയാണ്. മരിക്കുന്നതിന്റെ മുൻമലക്കുകൾ വന്നപ്പോ പടച്ച റബ്ബ് പറഞ്ഞു, ആ മനുഷ്യനെ മജൂസിയായി പിടിക്കണ്ട, മജൂസിയായി അദ്ദേഹത്തിന്റെ ആ റൂഹിനെ പിടിക്കണ്ട, അദ്ദേഹം മുസ്ലിമാവട്ടെ. അതേ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായിട്ട് പിടിച്ചോളൂ നിങ്ങള്, കാരണം റമളാൻ മാസത്തെ ആഴ്ച വ്യക്തിയാണ്. അങ്ങനെ അതാ ആ മനുഷ്യൻ മുസ്ലിമായി മരണപ്പെടുകയാണ്. പിന്നെ ആ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ പരിചയക്കാരൻ മനാമിൽ കണ്ടുപോയി. സ്വർഗലോകത്താണ്, വലിയ സന്തോഷത്തിലാണ്. ഇദ്ദേഹം ചോദിച്ചു, എടാ നീ എങ്ങനെ സ്വർഗത്തിലെത്തി? നീ അഗ്നി ആരാധകനായിരുന്നില്ലേ? മറുപടി വന്നു, ശരിയാണ്, ഞാൻ ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിലുണ്ടായി. എന്റെ കുട്ടി ഇങ്ങനെ പരസ്യമായി റോട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചപ്പോ ഞാൻ അവനെ ഒന്ന് തല്ലിയിട്ട് ശാസിച്ചു. അത് റമളാനിൽ ബഹുമാനിച്ചു ചെയ്തതാണ്. അത് റബ്ബ് എന്നിൽ സ്വീകരിച്ചു. ആ റമളാനിനെ ബഹുമാനിച്ചത് കൊണ്ടാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയതും
ഈ സ്ഥാനത്ത് ഞാൻ എത്തിയതുമെന്ന് പറയുകയാണ്. ഈ സംഭവം പറഞ്ഞിട്ട് മഹാന്മാര് ഒരു ചോദ്യമുണ്ട്. മജൂസിയായ ഒരു മനുഷ്യൻ, അഗ്നിയെ ആരാധിച്ചു വരുന്ന ഒരു മനുഷ്യൻ, ബിംബങ്ങളെ വിശുദ്ധ റമളാനിനെ ബഹുമാനിച്ചോ ആ ഒരൊറ്റ കാരണമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹു ഹിദായത്ത് കൊടുത്തെങ്കിൽ, നേരത്തെ റബ്ബ് ഹിദായത്ത് കൊടുത്ത ആളുകൾ ആ റമളാനിനെ ആദരിച്ച് ബഹുമാനിക്കുമ്പോ, റമളാനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവോട് സമയത്ത് പറഞ്ഞു, റബ്ബേ, എന്നോട് നീ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കലീമുല്ലാഹിയാണല്ലോ, അഥവാ നിന്നോട് സംസാരിക്കാൻ എനിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ വിഷയത്തിലുള്ള സന്തോഷം ഇങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ നബിയേ, നിങ്ങൾക്കു ശേഷം ഒരു സമൂഹം ഇവിടെ വരാനുണ്ട്. അവർ ഒരു വിഷയത്തിൽ നിങ്ങളൊക്കെ ഉന്നതരാണ്. അഥവാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് 1000 ഹിജാബ് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ വഴിയെ വരാനുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളുണ്ട്. അവർ റമളാൻ മാസം നോമ്പെടുക്കുന്നവരാണ്. ആ നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്ന സമയമില്ലേ, ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് അതേ എന്നെയും അവരുടെയും ഇടയിൽ ഒരൊറ്റ ഹിജാബുമില്ല. മൂസാ നബി, എന്നെയും അവരുടെയും ഇടയിൽ ഒരു മറയില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ 1000 മറകൾക്കപ്പുറത്തിന് കൊണ്ടാ സംസാരിച്ചത്. വഴിയാനിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഉമ്മത്തികളിൽപ്പെട്ട സാധുക്കളായ മുഅ്മിനീങ്ങൾ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നേര സമയത്ത് ചുണ്ടുണങ്ങി ശരീരത്തിന്റെ നിറങ്ങൾ മാറി അതേപ്രകാരം ദാഹിച്ച് അവശരായി നോമ്പുറക്കുന്ന സമയം, ആ സമയത്ത് എന്റെ ഇടയാന്മാരുടെയും എന്റെയും ഇടയിൽ ഒരൊറ്റ മറ പോലുമില്ല മൂസാ നബി. അതാണ് നോമ്പുറക്കുന്ന സമയം. ആ സമയത്ത് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, റബ്ബേ, നീക്ക് നൽകിയ ഭക്ഷണം കൊണ്ട് ഞാനിതാ, അല്ലാഹുമ്മ ലക സുംതു, നിനക്ക് വേണ്ടി ഞാനിതാ നോമ്പെടുത്തിരിക്കുന്നു. വഅലാ റിസ്ഖിക അഫ്തർതു, നീ എനിക്ക് നൽകിയ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ്, എന്നിട്ട് പിന്നെ പടച്ചവനോട് എന്താ വേണ്ടത് അങ്ങോട്ട് ചോദിക്കുക. എന്താണോ വേണ്ടത് ആ വേണ്ട അങ്ങോട്ട് ചോദിക്കുക. ഇത് മഹാന്മാര് പറഞ്ഞ ഒരു സംഭവ. ഒരു മറയും റബ്ബിന്റെയും അടിമയുടെയും ഇടയില്ല. ആ സമയത്ത് തീന്മേശകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊതിയൂറിയിട്ട് അതിൽ മാത്രം ചിക്കാതെ, അല്ലാഹുവേ, എന്റെ ദോഷങ്ങൾ നീ പൊറുക്കണേ, നിന്റെ പുത്വം എനിക്ക് നൽകണേ, നരകത്തിൽ നിന്നെ രക്ഷിക്കണേ, നരകം തൊടാ നീ എന്നെ നിന്റെ സ്വർഗത്തിലെത്തിക്കണേ, നിന്റെ ഖായിനെ എനിക്കൊന്ന് കാണിച്ചു തരണേ. ആ സമയത്ത് ദുആ ചെയ്യുക സഹോദരന്മാരെ. അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാം നിന്നിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുബഹിക്ക് മുമ്പ് നീയത്ത് വെക്കുന്ന സമയം ഏതു സംഗതികൾക്കും നീയത്തുണ്ട്. തറാവീഹിന്റെ ശേഷം നമ്മൾ നീയത്ത് വെക്കാറുണ്ട്, ഇമാമ നീയത്ത് ചൊല്ലിത്താറുണ്ട്. നവൈതു സൗമഗദിൻ അന്നാഇ ഫർദി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. അതിങ്ങനെ ഒരു യാന്ത്രികമായി മഅ്മൂമിങ്ങളാകുന്ന ആളുകൾ പറയാറുണ്ട്. നീയത്തുള്ളത് ഖൽബിലാണ്, അത് ഖൽബിലാണ് വെക്കേണ്ടത്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ ഓരോ ആളുകളുടെ മനസ്സിലും അതുണ്ടാവണം. ഇനി ചില മദ്ഹബുകളിൽ നീയത്ത് വെക്കാൻ മറന്നുപോയാൽ നീയത്ത് അതിന്റെ സുബഹിക്ക് ശേഷം വെച്ചാൽ മതി എന്ന് ചില മദ്ഹബുകളൊക്കെ ഉണ്ട് എന്നുള്ള ഇടക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. നാമായി ബന്ധപ്പെട്ട പല ആളുകളും പല വിധത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നവരുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയൊക്കെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകട്ടെ. വിശുദ്ധ ഖുർആൻ സഹോദരന്മാർ ധാരാളം ഖത്മ് തുറക്കുക, ധാരാളം ഖത്മ് തുറക്കുക. ഖുർആനും റമദാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരണം. ഖുർആനും ഒരു ഭാഗത്ത് ഖുർആൻ, ഒരു ഭാഗത്ത് റമദാൻ, ഇത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. ഒറ്റ കാര്യം പറയേ, മഹാന്മാര് പറഞ്ഞു, നീ നിന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്തുമാത്രമുണ്ട് എന്ന് നിനക്കറിയാനുള്ള ഒരു അളവുകോല് നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. എന്തേ അത്? നീയും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്തുമാത്രമുണ്ടോ അതാണ് അതിന്റെ അളവുകോല്. അല്ലാഹുവും നീയും തമ്മിലുള്ള ബന്ധം എത്രയുണ്ടെന്നറിയാൻ നീയും ഖുർആനും തമ്മിലുള്ള ബന്ധം എത്രമാമുണ്ട് അതാണ്, അത് മനസ്സിലാക്കിയാൽ മതി. ഇത് വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിലെങ്കിലും നല്ല നമ്മൾ ഖുർആൻ ഓതുക. എനിക്ക് ഓതാൻ കഴിയണില്ലല്ലോ, ഇവിടെ ഹിസ്ബ് വെക്കുന്നുണ്ട് ഈ റമദാനിൽ. ഇങ്ങനെ ഓതാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഖുർആൻ ഓത്ത് പഠിപ്പിക്കുന്ന വിശുദ്ധ റമദാനിന്റെ 30 ദിവസവും ഈ പള്ളിയിൽ അതിന്റെ മജ്‌ലിസുണ്ട്. ആ മജ്‌ലിസ് എപ്പോഴാണ് എന്നൊക്കെ തേടി പിടിച്ചറിഞ്ഞന്വേഷിച്ച് അതിലിരിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, നമ്മൾ പഠിക്കുക. ഇനി ഖുർആനൊന്നും തെറ്റില്ലാതെ ഓതാൻ കഴിയൂല എന്ന് കരുതി ഇത് പൂട്ടി വെക്കല്ല. ഏതായാലും എനിക്ക് കഴിയില്ല, ഏതായാലും എനിക്ക് തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ കഴിയണില്ല, അതുകൊണ്ട് ഇനി വയ്ക്കന്നെ വേണ്ട. അല്ല, അപ്പൊ ഇങ്ങനെ തുറന്നു വെക്കുക, പടച്ചോനെ എന്നോട് ഇതിന് കഴിയുള്ളൂ, ഞാനിത് ഓതിയിട്ടുണ്ടെങ്കിൽ പച്ച തെറ്റിക്കാരം, എന്നോട് ഇതിനെ കഴിയുള്ളൂ എന്ന് കരുതിയിട്ട് ഓരോ ആയത്തുകളുടെ മുകളിലൂടെ അങ്ങനെ നോക്കി എല്ലാ ആയത്തുകളുടെ മുകളിലും കണ്ണ് കയറിയിറങ്ങി ഇങ്ങനെയെങ്കിലും നമുക്കൊരു ഹും തീർത്തുകൂടെ? ഇങ്ങനെ തീർക്കണം എന്നല്ല പറഞ്ഞത്. ഖുർആൻ ഓതാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ പറയുന്നു, അല്ലാത്തവരെല്ലാവരും ഖുർആൻ ഓതണം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. يا ربنا لك الحمد حمدا دائما لدوامك باقيا لبقائك وخالدا لخلدك زنة عرشك ورضا نفسك مداد كلماتك. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. يا كريم يا الله، يا كريم يا الله، يا كريم يا الله. സാധുക്കളാകുന്ന ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനേ. വിശുദ്ധ റമദാനിലാണ് ഞങ്ങളുള്ളത്, നിങ്ങൾ ഇഅ്തികാഫിന്റെ നിയ്യത്തിലാണ് ഞങ്ങളുള്ളത്, ശുദ്ധ ഖുർആനിന്റെ മുമ്പിലാണ് സാധുക്കളാകുന്ന ഞങ്ങളുള്ളത്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ എത്ര മോശപ്പെട്ടവരാണെങ്കിലും, എത്ര ദോഷങ്ങളും സംഭവിച്ചവരാണെങ്കിലും, ഞങ്ങൾ ഇരിക്കുന്ന ഈ മജ്‌ലിസ് ഇത് വലിയ കനപ്പെട്ട മജ്‌ലിസാണ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കിടണം റഹ്മാനേ. ഞങ്ങളുടെ ശരീരത്തിന്റെ കേടുകളും ഞങ്ങളുടെ ഖൽബിന്റെ കേടുകളും നീ തീർത്തരണം റഹ്മാനേ. അതേ, ഞങ്ങൾക്ക് എവിടെയാണ് കുഴപ്പങ്ങളുള്ളത്, എവിടെയാണ് കേടുകളുള്ളത്, എല്ലാവരെക്കാളും ഏറെ അറിയുന്നവൻ റബ്ബ് നീയാണ്. ഞങ്ങളെ കേടുകളെല്ലാം നീ ഞങ്ങൾക്ക് തീർത്തു തരണം റഹ്മാനേ. നീ നോക്കുന്നത് ന്യായമായ അവയവങ്ങളിലേക്കല്ല, വേഷങ്ങളിലേക്കല്ല, കാട്ടിക്കൂട്ടലുകളിലേക്കല്ല. നിന്റെ നോട്ടം ഞങ്ങളെ ഖൽബിലേക്കാണ്. ആ ഖൽബിൽ എന്താണ് ഉൾത്തിരിയുന്നത് അത് റബ്ബായ നിനക്ക് അറിയുന്നതാണ്, മറ്റൊരാളും അറിയാത്തതുമാണ്. റബ്ബേ, ഞങ്ങളെ ഖൽബ് നീ പൊരുത്തപ്പെട്ട ഖൽബാക്കണമേ. നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളെ ഖൽബിലുണ്ടാകരുത് റഹ്മാനേ.
നിങ്ങളെ ഖൽബ് നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ നാഫിയായ ഇൽമിനെ നീ ഞങ്ങൾക്ക് ഏറ്റിത്തരം റഹ്മാനെ. നീ ഞങ്ങളെ ജഹീലിങ്ങളിൽ ഫാസിഖീങ്ങളിൽ പെടുത്തരുത് റഹ്മാനെ. റബ്ബേ കിറഉജ്ബ് ഹസദ് നിഫാഖ് റിയാ ബിദ്അത്ത് ഫിസ്ഖ് പോലുള്ളവയിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. യാ അല്ലാഹു യാ അല്ലാഹ്, നിങ്ങളെ റഹ്മത്തിന്റെ പത്തിലാണ്, അതും അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് ധാരാളം റഹ്മത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. റബ്ബേ ഇനിയും ധാരാളം റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിലും ഞങ്ങളെ മരണത്തിന്റെ സമയത്തും ഞങ്ങളെ ഖബറുകളിലും ഞങ്ങളെ മഹ്ശറയിലുമൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ റമദാൻ ഓരോ സെക്കൻഡ് കഴിയുന്നതും അതിങ്ങനെ കഴിഞ്ഞു പോവുകയല്ലേ. ധാരാളം നന്മ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ. അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഒരുപാട് ദോഷങ്ങളും ഒങ്ങളും ചെയ്തവരാണ്. ഇസ്മത്ത് പറയുന്ന പരിരക്ഷ നീ നൽകി നിന്റെ അമ്പിയാക്കൾക്കു മാത്രമേ. ഞങ്ങൾ സാധുക്കളല്ലേ. ഇബ്ലീസ് ലഈൻ ഒരു ഭാഗത്തുണ്ട്, ഹവനഫ്സ് മറ്റൊരു ഭാഗത്തുണ്ട്. ഹറാമുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പറ്റിപ്പോയിട്ടുണ്ട്. എല്ലാം നീ ഞങ്ങൾക്ക് മാഫാക്കണേ അല്ലാഹ്. നീ അഫൂ ചെയ്തു തരണേ അല്ലാഹ്. ഖബറിൽ വെക്കുമ്പോ അതിനോടൊപ്പം പടച്ച റബ്ബേ ദോഷങ്ങളും ഖബറിൽ വെക്കേണ്ടി വരുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ലോ. ഞങ്ങളുടെ ഖൽബിൽ നീ വലിയ വെറുപ്പ് നൽകണം റഹ്മാനേ. ഇബാദത്തുകളോടും നന്മകളോടും ഞങ്ങളെ ഖൽബിൽ വലിയ താല്പര്യം നൽകണം റഹ്മാനേ. പടച്ച റബ്ബേ, ഞങ്ങൾ സാക്കളാണ്, പലവിധത്തിലുള്ള വിഷങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. നിരവധി രോഗികൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ മജ്‌ലിസിൽ ഇതുപോലെ നിരുന്ന പടച്ചേ, ഞങ്ങളെ കുട്ടികാക്ക വളരെ അത്യാസന്ന നിലയിലാണ്. നീ സലാമത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന്, കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന്, അറ്റാക്കുകളിൽ നിന്ന്, ബ്ലോക്കുകളിൽ നിന്ന്, ട്യൂമറുകളിൽ നിന്ന്, ശ്വാസതടസ്സങ്ങളിൽ നിന്നും, ഇങ്ങനെ എന്തൊക്കെ കംപ്ലൈന്റുകളാണ്, രോഗങ്ങൾ, എല്ലാം നിങ്ങൾക്ക് ശിഫയാക്കണം റഹ്മാനെ. ഇത്യാദി മഖൂഫായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ അഹ്ലു ഇയാലിനെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നീ ഞങ്ങളെ ളാലും മുദില്ലുമാക്കരുത് റബ്ബേ, ളാലും മുദില്ലുമാക്കരുത് അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് മറ്റുള്ള ആളുകൾ വഴികേടിലായി പോവുകയോ റബ്ബേ, മറ്റുള്ള ആളുകൾ ഞങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടു പോവുകയോ ചെയ്യുന്നതിനൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് മറ്റു മുഅ്മിനീങ്ങൾക്ക് നീ വലിയ നേട്ടങ്ങൾ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതെന്തൊക്കെയുണ്ട്, നൽകാനിരിക്കുന്നതെന്തൊക്കെയുണ്ടോ അതിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ചിന്തകളിൽ, ഞങ്ങളെ സമയങ്ങളിൽ, ഞങ്ങളെ ശരീരങ്ങളിൽ അല്ലാഹുവേ, ഞങ്ങളെ തഅല്ലുമിൽ, തഅലീമിൽ, ദുർസിൽ, തദ്രീസിൽ, ഞങ്ങളെ നസീഹത്തുൽ അല്ലാഹുവേ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, തൊഴിലുകളിൽ, ഞങ്ങളെ ഭാര്യമാരിൽ, ഞങ്ങളെ വീടുകളിൽ, കുടുംബങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളുണ്ടോ എല്ലാറ്റിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ.
നീ പൊരുത്തപ്പെട്ട ഇസ്സത്ത്, നീ പൊരുത്തപ്പെട്ട ഐശ്വര്യം ഞങ്ങൾക്ക് പ്രധാനമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി അന്യരുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഒരു ഘട്ടം ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ നീ എത്തിക്കരുത് റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട ഐശ്വര്യം നൽകണം റഹ്മാനെ. താമസിക്കാൻ വീടില്ലാത്തവരുണ്ട്. ഖൈറായ സ്ഥലങ്ങളിൽ ആവശ്യമാകുന്ന സമയത്ത് ബറക്കത്തുള്ള വീടുകൾ നീ എളുപ്പമാകും റഹ്മാനെ. അല്ലാഹുവേ, മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജുകൾ സിയാറത്തുകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖിന് തരണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കൃപ ചെയ്യണേ അല്ലാഹ്, നീ ഞങ്ങളോട് കൃപ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് മലിനമാണ്, പാപപങ്കമാണ്, ഒക്കെ നീ കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈ റമളാനിലെങ്കിലും നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ കേടുകൾ ഓർത്തു തരണേ റഹ്മാനെ. ഞങ്ങൾ കുഴപ്പങ്ങളൊക്കെ നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. സ്വാഹിരീങ്ങളെ സുഹൽ നിന്ന്, ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന്, ലായിങ്ങളെ ലായനത്തിൽ നിന്ന്, ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന്, ശൈത്താനിന്റെ ശർറിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റമളാനിലാണ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളോട് എത്തിത്തരണം റഹ്മാനെ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദീർഘായുസ്സിനെ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ വരുന്ന ധാരാളം ഞങ്ങൾ കൂട്ടുകാരുണ്ട്. ഇന്ന് ഒമാനിലേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ ഈ മജ്‌ലിസിലുണ്ട്. നീ അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. തൊട്ടടുത്ത ദിവസം വിദേശത്തേക്ക് സൗദിയിലേക്ക് പോകുന്ന ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. നീ അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതേ പ്രകാരം ദേശങ്ങളിൽ പല വിഷയങ്ങളിലും പെട്ട് കുടുങ്ങി വളരെ വിഷമിക്കുന്ന സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, നീർക്ക് വലിയ ഫത്ഹ് നൽകണം റഹ്മാനെ, വലിയ ഫത്ഹ് നൽകണം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്. ാകുന്ന മക്കളെ നീ നൽകണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ പെൺകാനെ പല സഹോദരിമാരും ഗർഭിണികളുണ്ട്. നീ സുഖപ്രസവം ഗണം റഹ്മാനെ. ആയ ഒരു ആയിബുമില്ലാതെ നല്ല സ്വലാഹിയത്തുള്ള നീ പൊരുത്തട്ട മക്കളാക്കണം റഹ്മാനെ. റബ്ബേ, മക്കളുടെ കാരണം കൊണ്ടോ ഞങ്ങളെ ആശ്രിതരുടെ കാരണം കൊണ്ടോ ദുനിയാവിലോ ആഖിറത്തിലോ അയ്ബിലായി പോകുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷണം റഹ്മാനെ. അല്ലാഹുവേ, നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരു നാൾ മരണപ്പെടുന്നതാണ്. പടച്ചറമ്പേ, പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളെ മക്കളെ യതീമാക്കരുത് റഹ്മാനെ. നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ തരണം റഹ്മാനെ. മഅരിഫത്തിന്റെ നൂറ് നീ ഞങ്ങൾക്ക് നൽകാതെ, നിന്റെ മുഖറബിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്താതെ, നസൂഹായ തൗബക്കു ശേഷമല്ലാതെ നീ ഞങ്ങളെ നിന്നിലെ തിരിച്ചു ഞങ്ങൾ മരണപ്പെടുകയാണെന്നുള്ള വിവരം നേരത്തെ തന്നെ തന്നു. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി എല്ലാ ടപ്പുകളോടുമുള്ള ഹുക്കൂക്കുകളിൽ നിന്ന് ഒക്കെ വീട്ടിത്തീർത്ത് മാറി നിന്നു. ബായ നീ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് സ്വർഗം കണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ നിന്നിലേക്ക് വരുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് എന്തു നൽകിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല.
അതേ സമയത്ത് ഞങ്ങൾ ഈമാന് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ കൊഴുങ്ങിപ്പോയല്ലോ റബ്ബേ, അത് ഒരിക്കലും ഞങ്ങളിൽ സംഭവിച്ചു പോകരുത് റഹ്മാനേ. നിങ്ങൾക്കൊന്നും നീ നൽകിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും വരാനില്ല. അതേ സമയത്ത് ഞങ്ങളെ ഈമാനിനെ പിൻവലിച്ചാൽ ഞങ്ങൾ കൊഴിഞ്ഞുപോയി, ഞങ്ങൾ നശിച്ചുപോയി. അതൊരിക്കലും സംഭവിക്കരുത് റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിലോ ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളെ മക്കൾ ആരിലും അത്തരത്തിലുള്ള ഒന്നും സംഭവിക്കരുത് റഹ്മാനേ. വിദാത്ത് വല്ലാതെ വർദ്ധിച്ച കാലത്ത് ജീവിക്കുന്നവരാ ഞങ്ങൾ. അല്ലാഹുവേ, അവരുടെ കെണിയിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെയോ നീ എടുത്തരുത് റഹ്മാനേ. നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ ദായത്തിന് ഒരു കോട്ടവും സംഭവിക്കരുത് റഹ്മാനേ. ഇത് നിന്റെ ഓശാരമായി നീ ഞങ്ങൾക്ക് തന്നതുകൊണ്ടോ ഞങ്ങളെ മറ്റു മഹിമ കൊണ്ടോ തന്നതല്ല, നിന്റെ ഫദ്ല് കൊണ്ട് നീ ഞങ്ങളെ ഏൽപ്പിച്ചാണ്. ഞങ്ങൾ നിന്റെ അരികിലേക്ക് വരുമ്പോ ആ ഹിദായത്തില്ലാതെയാണ് വരുന്നെങ്കിൽ കാലാകാലവും നരകത്തിൽ കടക്കേണ്ടി വരുമല്ലോ. നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. റബ്ബേ, ഇന്ന് ഞങ്ങൾ നിൻ ഭൂമിക്ക് മുകളിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ്. ഒരു നാൾ ഞങ്ങൾ ബർസഖിയായ ലോകത്താണ് റബ്ബേ. ആ സമയത്ത് ഞങ്ങളെ അവസ്ഥ ഞങ്ങളെ ആരുമില്ല. പടച്ച റബ്ബേ, ഞങ്ങളെ ഖബർ നീ സ്വർഗത്തോപ്പാക്കി തരണം റഹ്മാനേ. അവിടെ വെച്ച് ഒരു വിധത്തിലുള്ള ശിക്ഷണം നീ ഞങ്ങൾക്ക് നൽകരുത് റഹ്മാനേ. ഞങ്ങളെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി തരണം റഹ്മാനേ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ആ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിൽ നാൾക്കുനാൾ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനുമുള്ള തൗഫീഖിന് തരണം റഹ്മാനേ. ആ ഹബീബിന്റെ തിരുനോട്ടം നീ ഞങ്ങൾക്ക് നൽകി അവിടുത്തെ മനാമിലൊന്ന് കാണാനുള്ള തൗഫീഖിന് തരണം റഹ്മാനേ. അല്ലാഹുവേ, അർശിന്റെ തണല് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, മീസാൻ എന്ന തുലാസിൽ ഞങ്ങളെ അമലുകൾ മുഴുവനും തൂക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ സമയത്ത് വളരെ വലിയ പേടിയോടെ ആ മീസാനിന്റെ അരികിൽ നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഇഅ്തികാഫ്, ഞങ്ങളെ ഈ ഖുർആനിന്റെ മജ്ലിസ്, ഞങ്ങളുടെ ഈ കൂട്ടായ്മ, ഇതൊക്കെ മീസാൻ എന്ന തുലാസിലെ വലിയ വലിയ ഭാരമുള്ളതായി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനേ. അല്ലാഹ്, ഏടുകളുടെ വിതരണം നടക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് വലതുകരങ്ങളെ കൊണ്ട് ഏടിനെ വിഹരിച്ച് സന്തോഷത്തോടുകൂടെ അഹ്ലുകാരിലേക്ക് പുഞ്ചിരിച്ചു തുള്ളിച്ചാടിപ്പോകുന്നവരുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ആ വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരണം റഹ്മാനേ. റബ്ബേ, നിന്റെ വിചാരണ ഞങ്ങൾക്ക് വരാനുണ്ട്. ആ വിചാരണയുടെ ഘട്ടത്തിൽ സാധുക്കളാകുന്ന ഞങ്ങളിൽ പറ്റിപ്പോയ ഏതെങ്കിലും ഒരു തെരെടുത്തിട്ട് എന്തിനടാ ഇത് നീ ചെയ്തോ എന്ന് റബ്ബായ നീ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടിയില്ല അല്ലാഹ്. എന്ത് മറുപടിയാണ് ഞങ്ങൾ നിന്റെ മുമ്പിൽ പറയുക റബ്ബേ? ഞങ്ങൾക്ക് ആ വിഷയത്തിൽ വലിയ ബേജാറുണ്ട്. അതേ സമയത്ത് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രതീക്ഷ, നീ ഞങ്ങളെ റബ്ബാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്. നിനക്ക് കൃപയുള്ളവനാ നീ, അഫവുള്ളവനാ നീ, മഗ്ഫിറത്തുള്ളവനാ നീ, കറമുള്ളവനാ നീ. അല്ലാഹുവേ, ഇതൊക്കെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെ കാണുകയാ. ഇതിലല്ലാത്ത ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ആ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയ കോടതിയിൽ നിന്റെ വിചാരണയിൽ നീ ഞങ്ങളെ പിടിച്ചു കൂടയരുത് റഹ്മാനേ. നീ ഞങ്ങളെ പിടിച്ചു കൂടയരുത് റഹ്മാനേ. നീ ഞങ്ങളെ പിടിച്ചു കൂടയരുത് റഹ്മാനേ.
അല്ലാഹുവേ ഹിസാബുൻ യസീർ നൽകി അല്ലാഹ് നരകം താതെ നിന്നറിയും പ്രകാരം സിറാത്ത് പാലം വിട്ടിടന്നു ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ ലിഖാഇനെ കാണാനുള്ള തൗഫീഖിനെ സാധുക്കളാകുന്ന ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണം റഹ്മാനേ. നിന്റെ മഹ്ഫദ് കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ തറാവീഹ് നഷ്ടപ്പെടാതെ ധാരാളം ഖത്മു തീർത്തു ധാരാളം ഖൈറ് ചെയ്ത് ഈ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ജയിച്ച് ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾക്കറിയാം റബ്ബേ, ഞങ്ങൾ ഈ ചോദിച്ചതിനൊന്നുമുള്ള യോഗ്യതയില്ലാത്തവരാ. ഞങ്ങളെ അവയവങ്ങൾ മുഴുവനും പാപങ്ങൾ നിറഞ്ഞു നിൽക്കുകയാ. ഞങ്ങൾ ഖൽബിന്റെ കഥ എടുക്കാനുമില്ല. ഒരു യോഗ്യതയും ഞങ്ങൾക്ക് നിന്റെ മുന്നിൽ വെക്കാനില്ല. അതേ സമയത്ത് ഒരൊറ്റ യോഗ്യതയുണ്ട്. അത് ഞങ്ങൾ നിന്റെ അടിമകളാണെന്നുള്ള യോഗ്യതയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു യജമാനനില്ല. ഞങ്ങളെ ഈ ആവശ്യങ്ങളും തേട്ടങ്ങളൊക്കെ പറയാൻ ഞങ്ങൾക്ക് വേറെ ഒരു യജമാനനില്ല, വേറെ ഒരു റബ്ബില്ല. നീ ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെന്റെ റഹ്മത്തിൽ നിന്ന് മഗ്ഫിറത്തിൽ നിന്ന് എഴുത്തിൽ നിന്ന് മാറ്റി നിർത്തരുത് റഹ്മാനെ. നീ ഞങ്ങളെ മാറ്റി നിർത്തരുത് റഹ്മാനെ. നീ ഞങ്ങളെ മാറ്റി നിർത്തരുത് റഹ്മാനെ. നീ അവിടെ നിൽക്കാൻ നിനക്ക് പോകായിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞില്ലേ റബ്ബേ. നിങ്ങളോട് കൃപ കാണിക്കണേ റഹ്മാനെ, കൃപ കാണിക്കണേ റഹ്മാനെ, കൃപ കാണിക്കണേ റഹ്മാനെ.